എനിക്ക് കുറെ സമയം സംസാരിക്കാൻ പറ്റില്ല. 10 മിനിറ്റ് ഈ നാട്ടിലത്തെ ആ സ്നേഹത്തിനെ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, എല്ലാവരും ഓർത്ത് വെച്ചു. അതിന്റെ ഒരു ആയത്ത് മുതൽ 12ാമത്തെ ആയത്ത് വരേക്കും ഞാൻ ഓരോ വെള്ളിയാഴ്ച ക്ലാസ് എടുക്കും. യൂട്യൂബിലുണ്ട്, അതിന്റെ 12ാമത്തെ ഒരായത്താണ്. ഇപ്പൊ കുറെ ദിവസത്തിലായിട്ട് അതിന്റെ ക്ലാസ് ഞാൻ എടുത്തോണ്ട്. അപ്പൊ ആ ആയത്തിൽ പഠിക്കേണ്ട ഭയങ്കര വിഷയങ്ങളെല്ലാം ഉള്ളത് കൊണ്ടിട്ടാണ് ആ സൂറത്തിലുള്ള ആയത്താണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. ഇതൊരായത്ത് 12ാമത്തെ സൂറത്തുൽ ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൂറത്തിന് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സ്, ചെറിയ ചെറിയ വീട്. ആരതാ ചെറിയ ചെറിയ വീട്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീട്. ചെറിയ 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 വീട് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഉണ്ടായിരുന്നു. ആ വീടിന്റെ പയ്യലെ കൂടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഇന്നല്ലദീന യുനാദൂനക ഫീ വറാഇൽ ഹുജറാത്ത്, നബിയോട് പറയും, നബിയെ തങ്ങൾക്കുള്ളതായിരിക്കുന്ന പുഴകൾക്കുള്ള പയ്യലെ കൂടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വിളിച്ചു പറഞ്ഞില്ലേ, യാ മുഹമ്മദെ പുറത്തുവാ എന്ന് വിളിച്ചില്ലേ? ആ വിഷയത്തിൽ പറഞ്ഞ സൂറത്തായതുകൊണ്ട് അതിലേക്ക് പേര് സൂറത്തുൽ ഹുജറാത്ത്. കുറേ വീടുകൾ അതിന്റെ 1 ആയത്ത് മുതൽ 12 ആയത്ത് വരെ എത്തിയിരുന്നു. ഈ 12 ആയത്ത് തുടങ്ങിയിട്ട് കുറെ മാസം തീർന്നിട്ടില്ല. ഇതിൽ പറഞ്ഞ വിഷയം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ തങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ള ആളാണ് ഈ ആരെയുള്ളത്? അപ്പൊ റസൂൽ എന്നത് പറഞ്ഞിട്ടുണ്ടാവും, മുസ്ലിമീങ്ങൾ എന്ത് പറയുന്നു? ആ ചോദ്യത്തിൽ പറഞ്ഞിട്ട് അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ റസൂലുള്ളാഹിന്റെ ഏറ്റവും പിരിസം വെക്കുന്നതാണ്. എന്തുകൊണ്ട്? ആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉള്ള ഇൽമു ഭയങ്കര ഇൽമുണ്ട്. അത്ര ഇൽമുള്ള പെണ്ണുങ്ങളാണ്. ഒരു ഹദീസിന്റെ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഹദീസ് ഉമ്മു സറ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വലിയ തഹ്സീലായിട്ട് വന്ന മുദർരിസമാർക്കും കൂടി അതിന് ചെല്ലി കൊടുക്കണമെങ്കിൽ കുറെ തരത്തിലേക്കുള്ള ലുഗത്തിന്റെ കിതാബുകൾ വേണ്ടി വരും. അത്തരം കടുകടുപ്പപ്പെട്ട ഹദീസിന്റെ കിതാബിൽ അത്തരം കടുപ്പപ്പെട്ട ഒരു ഹദീസും ഇല്ല. അങ്ങനത്തെ ആ ഹദീസ് പോലത്തെ ഇൽമെല്ലാം പാഠപ്പെട്ടത് കൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷയോട് വളരെ സ്നേഹമുണ്ട്. മനസ്സിലായി? ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി ഞാൻ പറയുന്ന ഓരോന്നിനും അർത്ഥമുള്ളത് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ തങ്ങൾക്ക് മുമ്പ് ചില ഭാര്യമാരുണ്ട്. ഒരു തട്ടി വെച്ചിട്ട് നറുക്കിടും, അതുപോലെ ആ നറുക്കിൽ ആര് വന്ന് അവരെ കൂട്ടിട്ട് പോകും. നീ എന്താ നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? 2. എല്ലാ മലങ്ങൾക്ക് വ്യക്തിനെ കൂട്ടണോ? എന്താ അത് ശരിയല്ല. എല്ലാ പെണ്ണുങ്ങളെയും നറുക്കിട്ട് വിളിച്ചോണ്ട് പോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചത് നറുക്കിട്ട് പെണ്ണ് ആ പെണ്ണ് ഇല്ലെങ്കിൽ നീ മറ്റങ്ങൾക്ക് പോകാൻ മനസ്സിലേക്ക് ബേജാറ്. അങ്ങനത്തെ ബേജാറ് റസൂലുള്ള ആരെയും ആക്കിയിട്ടില്ല. അങ്ങനെ നറുക്കിട്ട് പോയി. ചരിത്രം അങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് പോയത്. യുദ്ധം കഴിഞ്ഞിട്ട് വരുമെന്ന അവസരത്തിൽ ഒരു സ്ഥലത്തേക്ക് റസൂലുള്ള പറഞ്ഞു, ഇവിടെ എല്ലാവരും നിർത്തോളൂ, ഇവിടെ നേരെ പോകണ്ട, നാളെ രാവിലെ പോകണം.
അങ്ങനെ എല്ലാവരും അവിടെ സൈന്യം കിട്ടി, ഒട്ടകത്തിന് കിട്ടി. അപ്പൊ പെണ്ണുങ്ങൾ പോകുന്ന ഒട്ടകത്തിന്റെ മേലെ വെക്കുന്ന ഒരു ചെറിയൊരു കട്ടിലുണ്ട്, അതിനെ മൂടിയിട്ട് കാണാത്ത പോലെ ഇതിന്റെ മേലെ വെക്കും. അതിന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ എത്തിയിട്ട് പൊന്തിച്ചിട്ട് അതിന്റെ മേലെ വെക്കും, എന്നിട്ട് പോകും. അങ്ങനെ ആ ശ്രദ്ധയെ കിട്ടുമ്പോൾ റസൂൽ കുറെ സുഖിയാകുമ്പോൾ റസൂൽ പറയുന്നത് എന്നാൽ പിന്നെ നമ്മളത് പോകല്ലേ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടില്ല. കേട്ടിനെ കേട്ടില്ല കേട്ടല്ല വീട് പറയുന്നില്ല. അതെ അങ്ങനെ ബഹുമാനപ്പെട്ട പറയുന്നില്ല. ആയിഷ മറക്കിരിക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പൊ ഇപ്പത്തെ കക്കൂസ് ഒന്നുമില്ല. ഒന്നിന് കുറെ മരത്തിന്റെ അടുത്തിൽ പോയിട്ട് ആടെ മറമാടി മറക്കിരുന്ന് ആടന്ന് മടങ്ങിക്കൊണ്ട് വരുമ്പോക്ക് ഇങ്ങനെ നോക്കുമ്പോ കേളത്തിന് മാലയില്ല. ഈ മാല അസ്മാവിന്റെ മകൾ മാലയാണ്. മംഗളത്തിന് മാല വെച്ച് പോകുന്നില്ല, പിന്നെ വൈകിട്ട് കൊടുക്കണ്ടേ. ഇത് ഖുർആനിലുള്ള ചരിത്രം ഞാൻ പറഞ്ഞു. ഇത് ചിരിക്കുന്നതല്ലോ കൃഷിയെ പോവാൻ. അങ്ങനെ ഈ മാല തപ്പം വരാത്ത മാലങ്ങൾ രണ്ടാം പോയി. രണ്ടാമത്തെ നോക്കുമ്പോഴില്ല, മടങ്ങി വരുമ്പോൾ ഈ ആൾക്കാർ എല്ലാവരും പോയിട്ടുണ്ട്, ഒറ്റ ഒരാളില്ല. അപ്പൊ ഈ ആയിഷ ഇരിക്കുന്ന കട്ടിലില്ലേ, ഈ കട്ടിലിൽ മേലെത്തി വിഷയം പോയി. അവർ മനസ്സിൽ ആയിഷയുണ്ട്. ആടെ പറയുന്ന ഹദീസില് അന്ന് പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കുറഞ്ഞതുകൊണ്ട് തടിന്റെ കനെല്ലാം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി മേലെ വെച്ച് രാവിലെ ആകുമ്പോൾ ഒരാളാണ് വരുന്നത്, സഫ്വാൻ എന്നാണ് പേര്. ആ സഫ്വാൻ നോക്കുന്നതോ കറുത്തിൽ കാണുന്നതാണ്. ആ കാണുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ ഇരുന്ന് ഈ മുഖത്തിന്റെ ഭാഗത്തിനെ ആ പെണ്ണ് ആയിഷ പറയുന്നത് ഈ സഫ്വാനിക്ക് ഹിജാബിന്റെ ആയത്ത്, അതായത് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒണിക്കൊള്ളുന്നില്ലേ, ആ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുന്നേ അയാൾക്ക് എന്നെ കൊടുത്തോളൂ. മനസ്സിലാക്കാൻ പറഞ്ഞത് അങ്ങനെ കൊടുത്താണ്. അതുകൊണ്ടിട്ട് അയാൾക്ക് എന്നെ മനസ്സിലായിപ്പെട്ടത്. അയാൾ പറഞ്ഞിട്ടാണ് ഒട്ടകം നിർത്തിയിട്ട് പറഞ്ഞ് ഇതല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ അപ്പോൾ ഒട്ടകത്തിനെ നിർത്തിയിട്ടാൻ പറയുന്ന മരിക്കേറി ഇന്ന് രണ്ടാളുകളായി പോയി. ഇടയ്ക്ക് മദീനത്തേക്ക് പോയി എത്തുമ്പോൾ അവിടെ ഈ മുനാഫിഖീങ്ങൾ എന്നൊരു കൂട്ടരുണ്ട്. ഈ കൂട്ടർ ഈ ആയിഷ റളിയല്ലാഹുവിനെ പറ്റി, റസൂൽ സ്നേഹിച്ച ആയിഷ ബീവിയെ പറ്റി ഖദ്ഫ് പറഞ്ഞ് ബെഞ്ചൽ പറഞ്ഞ് അയാളെ കൂടെ പിന്തിക്കാടെന്തോ വിചാരം ചെയ്തിട്ട്. ഇത് വേറെ കിതാബുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ഖുർആനോട് പഠിച്ചിട്ടോ. ഇത് ആയിഷ കറിയ നാട് ഒട്ടാതെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മു വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. പടച്ചവൻ ചോദിക്കുന്നു, ഇജ്തനിബൂ, നിങ്ങൾ ഒഴിഞ്ഞു ദൂരത്താവുക. ഇജ്തനിബൂ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു ദൂരത്താവുന്ന പറഞ്ഞെങ്കിൽ ഈ കല്ലകത്തെ പള്ളി കെട്ടിച്ചിട്ട് ഒരു ഭാഗത്ത് പള്ളി അല്ലാത്തൊരു ജാഗിണ്ട് അല്ലേ, അറിയോ? ഇല്ല, അതില്ലാതെ പള്ളി കെട്ടിക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ട് വെറുതെ പള്ളിയിൽ വന്നി കിടന്നു ഇഹ്തിലാമായി പോയി ഉറക്കിരിക്കാവുന്നു. ഇഹ്തിലാമായി എന്നാൽ സുബയോളോ ഈ പള്ളിയിൽ താമസിക്കാൻ പാടില്ല. ഉടനെ പുറത്ത് പോകും. അടക്കം അതിന് വേണ്ടി ഒരു ജാതി തയ്യാറാക്കി കൊടുക്കണം. അതാണ് അന്ന് നിങ്ങൾ ഇസ്ലാമിനെ. അങ്ങനെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയത്തിന് ഞാൻ പറയുന്നത്, ഇജ്തനിബൂ എന്ന് പറഞ്ഞെങ്കിൽ ഈ ജനാബത്തായ ഒരാള് ഏത് നിലക്ക് നിസ്കാരം, അതേപോലെ തന്നെ മറ്റുണ്ടായ പള്ളി ഖുർആനോദി ഇതിനെ തൊട്ട് വൈദൂരത്താകുന്നോ അതുപോലെ നിങ്ങൾ വൈദൂരത്താവണം. ഇജ്തനിബൂ എന്തിന്? കസീറൻ മിനൽ-ളന്നി,
മനസ്സിൽ വിചാരിക്കുന്നതിനുള്ള അധികത്തിനെയും നിങ്ങൾ ഒഴിഞ്ഞു വെക്കാവണം. മനസ്സിലേതെല്ലാം വിചാരം വരും, ആ വിചാരത്തിനെ പിന്നോട് മനസ്സിൽ വെക്കാൻ പാടില്ല. അതിന് രണ്ട് തരത്തിലുണ്ട് ഈ വിചാരം. ഒന്ന് ഹുസ്നുൽ നല്ല വിചാരം, ഇയാളെപ്പറ്റി വിചാരിക്കുന്ന കാര്യം ലഭിച്ചത് നല്ലൊരു ഭാഗത്തുകാരനാണ് എന്ന് ഇയാളെപ്പറ്റി മനസ്സിലാക്കുക, അത് നല്ലതാണ്. ആ വിചാരം വിചാരിക്കാൻ. സൂഹൻ എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന ഇയാൾ ഏട് നീക്കെപ്പം വന്നതിനാണ് എന്താ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നത്. ഇത് സൂഹെന്നോ ഇത് ഹുസ്നെന്നോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആയിഷാനെ പറ്റി പറഞ്ഞു. ആയിഷക്ക് എന്തെങ്കിലും അറിയോ? റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയിട്ട് ആയിഷ വിളിച്ച് ഞാൻ 30 പേരെ പോയിട്ട് വരണം. പോയിക്കോട്ടെ. റസൂലുള്ളാഹിക്ക് അറിയാം, ആയിഷക്ക് അറിയാം. പോയി കുറേ ദിവസം റസൂലുള്ള പോകുന്നു വരുന്നു. സുഗന്യാണ് സുഗന്യ. ആയിഷക്ക് അറിയില്ല, നാളൊട്ടാകെ ബേജാറായിട്ടുണ്ട്. കുറേ ദിവസം കഴിയുമ്പോൾ ഉമ്മു മിസ്സഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങളും ആയിഷാബിയും ഒന്നായിട്ട് മറക്കിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുന്നിലേക്ക് ഇങ്ങനെ രാത്രി പോകുന്ന രാത്രിയായിരുന്നു. അങ്ങനെ പോകുന്ന ആ സമയത്ത് ആയിഷ ബീബി ഈ പെണ്ണുങ്ങളോട് പറഞ്ഞ്, ഈ പെണ്ണുങ്ങൾ ആയിഷയോട് പറഞ്ഞ്, മറ്റേ മോൻ ചെയ്തത് വല്ലാത്ത വൃത്തങ്ങളല്ലേ സഫ്വാൻ. അപ്പൊ ആയിഷ ബെഞ്ചെന്ന് പറയുന്ന ആൾക്കാരെ പറ്റി. അപ്പൊ ആയിഷ പറയണ്ട, അയാൾ ബദർ യുദ്ധത്തിലേക്ക് പോയ ആളല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? ആയിഷ ചോദിക്കുന്നു. ആയിഷനെ പറ്റി വിഷയം നടക്കുന്നുണ്ട്, മനസ്സിലാവില്ലേ? അങ്ങനെ ആയിഷ പറഞ്ഞു, വിഷയം അങ്ങനല്ല, നിന്നെപ്പറ്റി ഇങ്ങനെ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ പേടിച്ചിട്ട് പലരേക്ക് പറഞ്ഞിട്ട് ഉമ്മാനെ ബോധിപ്പിച്ചിട്ട് കാര്യം. ഉമ്മ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കഴിഞ്ഞ് ഇതേ മാസത്തോളം ഈ വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തിയിട്ടില്ല. ആ വേദന റസൂലുള്ളാഹിക്കുണ്ട്. റസൂലുള്ളാഹി കയ്യിൽ എങ്ങനെയുണ്ട്? ഹുസ്നുൽ ഖൽബ്. എന്റെ റബ്ബ് എന്നെ വലിയതാക്കൂല എന്നുള്ള ഹുസ്നുൽ ഖൽബ്, നല്ല വിചാരമാണ്. അതുകൊണ്ട് റസൂലിനെ പേടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ തങ്ങള് വയലിലേക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊരു വിഷയം പറയുമ്പോൾ ആയിഷ വിളിച്ച് പറഞ്ഞു, കൊണ്ടുപോവാ നിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വഴിയായിട്ടുണ്ട്, അതുകൊണ്ട് നീ പേടിക്കേണ്ട. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, പോയിക്കോ, ഞാൻ റസൂലിനെ വിളിച്ചതൊന്നും പോകുന്നില്ല, എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കുമെന്നുള്ള ആ വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ അണിച്ചു പോകുന്നെന്ന് പറഞ്ഞ് ആ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു ഭാര്യയായിട്ട് അല്ലാഹു സൂറത്ത് നൂറിന്റെ 22ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് നോക്കണം. ഇല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തുൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സംബന്ധത്തിൽപ്പെട്ട നിങ്ങളുടെ ജമാഅത്തിൽപ്പെട്ട ചില ആൾക്കാർ ഇഫ്ക് എടുത്തിട്ടുള്ളൂ. ഇഫ്ക് നദി ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കുന്ന ഇഫ്ക് എന്ന് പറഞ്ഞു. very ജാഗ്രതാക്കേണ്ട വിഷയം. നാട്ടുകാരെല്ലാവരും ഒരു ചെക്കനും പെണ്ണായാലും കൂടി പോകുന്നുണ്ട്. അവർ പോകാൻ വേണ്ട പോയി കിടക്കത്തര ചെയ്യാനും അവർ രണ്ടാൾ പോകുന്നതിൻ്റെ ക്ലാസ്സിനെ അതിനെപ്പറ്റി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ആ കാര്യം നിങ്ങൾക്ക് ശർറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട, ബൽ ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. അങ്ങനെ ഒരു പേജിൽ പറയും നിങ്ങൾക്ക് ഖൈറാണ്. അതെന്ത് ഉസ്താദല്ല, ഞാനിപ്പ കൊണ്ടുവന്നേ അത് മറ്റൊന്നല്ല. അങ്ങനെയുള്ള സംഭവം നടന്ന് കുറെ മാസത്തോളം ബേജാറാക്കിയിട്ട് പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഓപ്പൺ ആ വിഷയത്തിനെ തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഖൈർ, ശർറല്ല.
അപ്പൊ ഈ ആയത്തുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിനിട്ട് പറഞ്ഞാൽ ബെഞ്ചലി എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ആളാണ് നിങ്ങൾ അത് ജിനാലാവട്ടെ അല്ല ഇതാവട്ടെ ഏതായാലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു പറയുന്നതിന്റെ അപ്പുറം ഇന്ന ഭാഗം എല്ലാം തെറ്റല്ല, ചിലത് നല്ലതുണ്ട്. അള്ളന്നെ പറയുന്നത് മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ വേറെളം ചോദിച്ചല്ല, അള്ളന്നെ പറയുന്നത് ഇന്ന ഭാഗം കുറച്ചേ തെറ്റുള്ള കുറെ നല്ലതുണ്ട്. എന്നിട്ടോ ഒരുത്ത അങ്ങോട്ട് പോയിട്ട് അവിടെ നീ സൈക്കിൾ അങ്ങോട്ട് സ്പീഡ് അപ്പുറത്തിൽ പോയിട്ട് ഏടൊക്കെ പോലെ നോക്കാൻ വേണ്ടി നീ പോകണ്ട. വരാത്ത ജസ്സസുന്ന് വേണം വലാത്ത ജസ്സസു. നിങ്ങൾ അതിനെ ചിപ്പിക്കുത്തി നോക്കാൻ വേണ്ടി അപ്പുറത്തിന് സൈക്കിൾ എടുത്തു പോയിട്ട് നോക്കിയിട്ട് പാഞ്ഞോണ്ട് വന്നതാ ഞാൻ പോയിട്ട് ആ പെണ്ണോ ചെക്കനല്ല പൊതുള്ള കയറിയിട്ട് പോയിരുന്നു പറയേണ്ടത്. പറഞ്ഞാൽ അള്ളാഹു പറയുന്നു നിനക്ക് പരലോകത്തിൽ നിന്റെ നാവുകൾ നിനക്ക് കേടായിട്ട് സാക്ഷി ചെയ്യണം, നിന്റെ കൈകൾ നിനക്ക് കേടായിട്ട് സാക്ഷി ചെയ്യും, നിന്റെ കാലുകൾ നിനക്ക് കേടായിട്ട് സാക്ഷി ചെയ്യും. അങ്ങനെയുള്ള ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ പൊതുവിൽ പറഞ്ഞ വിഷയം തന്നെ നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ ഈ സുഖം പറയുന്നു. എൻ്റെ മരുവൻ മരിച്ചുപോയി, അധീനം ഞങ്ങൾക്ക് കാണുമ്പോൾ ബേജാറാണ്. ചെറിയ ചെറിയ കുട്ടികളെ വെച്ചു വരേക്കാണ്. എന്തുകൊണ്ട് നമുക്ക് തിന്നുന്ന സാധനത്തിന് ജാഗ്രതാക്കാത്ത അള്ള പറയുന്നത് ഒന്ന് വർഷം തിന്നോളെ കുടിച്ചോളെ ഇസ്രാഫാക്കണ്ട. ആർക്കും മുഷ്ടി വരും. അതുകൊണ്ടിട്ട് നിങ്ങൾ തിന്നതിനെ ാക്കും നിങ്ങൾക്ക് തന്നതിൽ നിന്നിട്ട് നല്ലതിനെ നിന്നോണേ. നല്ല സാധനം ഉണ്ടായാലും വെച്ചിരുന്നു കിടക്ക് നിൽക്കുന്ന നല്ല ചുവന്ന കേങ്ങില്ല അതിനെ തിന്നോ, ചക്ക തിന്നോ. എനിക്ക് ആ ഇറച്ചിൻ്റെ വിരിവിൽ കണ്ടെന്നിട്ടുണ്ട്. അത് തിന്നതിൻ്റെ ആ കൊളസ്ട്രോൾ ധരിക്കുന്ന എൻ്റെത് നിങ്ങൾ കുറച്ചില്ല. ഞാൻ തിന്നിട്ടല്ലേ, ഞാൻ തിന്ന് കണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു. ഒരു മുട്ട രാത്രി ഒന്ന് സുബൈക്ക് ഉച്ചക്ക് ഒരു ചപ്പാത്തി അധികം തിന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും കല്യാണത്തിന് പോകുന്നെങ്കിലും ജാഗ്രതയായി തിന്നു. നാടേടാന്നറിയില്ല, ഒരു ദേശം പിടിക്കുന്നതാണ് അതേപ്പാ. അപ്പൊ അല്ലെങ്കിൽ നാട് ഇതെല്ലാം പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള ബെഞ്ചല് വരുത്തുന്നവരെ പറയണ്ട. ഇന്ന ബഅദ റജീമുൻ വലാ തജസ്സസു. നിങ്ങൾ ചിത്തി കുത്തി നോക്കണ്ട, അതിന്റെ ഏടക്ക് പോയിട്ട് നോക്കണ്ട. വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങളൊന്നുള്ള ചിലരെ ദൈവത്ത് പറയണ്ട. ഒരാൾ വന്നപ്പോൾ നോക്കണം മോണ്ടിച്ചു നടക്കണോ, അവനെ തീർന്നു തീർന്നു. അല്ലെങ്കിൽ അസീസ് ഉത്തർ ചെട്ടിട്ട് സ്കൂൾ പോകുന്ന സാല പോകാൻ അങ്ങനെ ചിലപ്പോൾ രസം പറയുന്നുണ്ട്. ഒരായ ബാബുക്കും ചിലർ ചിലരെ ദൈവത്ത് പറയണ്ട. ഒരായ അന്ന് ചോദിക്കുന്നു ഒരേ ആയത്തിൽ നിങ്ങൾ സൂറത്തുൽ ഗുജറാത്ത് നിങ്ങൾ നിങ്ങൾക്കുള്ള സഹോദരൻ എന്നുള്ള ഒരുത്തരേക്കുള്ള ഇറച്ചി ചത്തതായിട്ട് നിങ്ങൾ ഇച്ഛിക്കുന്നുണ്ട്. അവന്റെ ഇറച്ചിയുടെ കണ്ടത്തിന് മുറിച്ച് നീ തിന്നാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് അവന്റെ ദൈവത്ത് അവന്റെ ഇറച്ചിനെ നീ തിന്നതല്ല നിനക്കറിയില്ല. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ദൈവത്തിനെ മുഴുവനും നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇത്തരം നാളധികം പറയാറുണ്ട്. ഈ നാട്ടുകാരന് വലിയ സ്നേഹത്തിൻ്റെ ആൾക്കാർ. ഞാൻ വലിയ ചെക്കനാണ് നിൽക്കുന്നത അവൻ്റെ താടി പിടിച്ചിട്ട് അവൻ്റെ താടിയിൽ കൂടി നരച്ച് കാണുമ്പോൾ എനിക്ക് കരച്ചിലുണ്ട്. ഇത് ഞാൻ ആരെന്ന് വിചാരിച്ചു മോൻ്റെ മോൻ അനീസ്
ഒന്നും വന്നിട്ടില്ല. അവന്ന് വിചാരിച്ചില്ല ഒക്കെ പറഞ്ഞ് താടി തിരിഞ്ഞ് നരിച്ചു പോയാല് ബേജാറ് ഞാൻ പേര് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ നാട്ടുകാരുടെ അത്രയും സ്നേഹം നമ്മൾക്കുള്ളത് കൊണ്ട് കുറഞ്ഞ കാലം ജീവിച്ചതുണ്ട്, അധിക കാലം നിന്നിട്ടില്ല, പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ സാധുവായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യണം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാവുന്നതോ അയ്യോ എന്നാ കേൾക്കുന്നുണ്ട്.